Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കാണ് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിങ്. അതിലെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ എന്തായാലും പഠിക്കുക. ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിങ്ങിന് BPR എന്ന് പറയുന്നത് ഒരു അനാലിസിസ് ആണ്. ഇവിടെ മെയിനായിട്ട് ബിസിനസ്സിൻ്റെ പ്രോസസ്സുകളൊക്കെ ഒന്നുകൂടി റീഡിസൈൻ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട് ടു അച്ചീവ് ദ സബ്സ്റ്റാൻഷ്യൽ ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ ഇറ്റ്സ് പെർഫോമൻസ്, പ്രൊഡക്ടിവിറ്റി ആൻഡ് ക്വാളിറ്റി. ബിസിനസ് പ്രോസസ്സിലൂടെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പ്രൊഡക്ടിവിറ്റി കൂട്ടാനും ഒന്നുകൂടി ക്വാളിറ്റി കൂട്ടാനും പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനും എല്ലാറ്റിനും വേണ്ടിയിട്ട് ബിസിനസ് പ്രോസസ്സിനെ നമ്മൾ ഒന്നുകൂടിയിട്ട് റീഡിസൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് BPR എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്? അതായത് റിപ്പയർ എക്സിസ്റ്റിംഗ് മെത്തേഡ്, കംപ്ലീറ്റ്ലി റിപ്പയർ എക്സിസ്റ്റിംഗ് മെത്തേഡാണത്. ഇതിൽ റീഡിസൈൻ ചെയ്യുന്നത് ഗ്രൗണ്ട് വിത്ത് എ റിന്യൂഡ് ഫോക്കസ് ഓൺ ദ കമ്പനീസ് മിഷൻ ആൻഡ് കസ്റ്റമേഴ്സ് നീഡ്സ്. കമ്പനിയുടെ മിഷൻ എന്താണോ അല്ലെങ്കിൽ കസ്റ്റമർ നീഡ്സ് എന്താണോ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും അവർ റെഡിയാക്കുന്നത്. ഒപ്പം തന്നെ ഇതിൻ്റെ ഗോൾ എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റി കൂട്ടുക, ക്വാളിറ്റി കൂട്ടുക, കോസ്റ്റ് എഫിഷ്യൻസി കൊണ്ടുവരിക, കമ്പനീനെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യുക, ബാർലി കോമ്പറ്റേറ്റീവ് ഇൻറ്റു സീരിയസ് കണ്ടൻറ്ററായിട്ട്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു ഡെഫിനേഷൻ പറയുന്നുണ്ട്. ബിസിനസ് പ്രോസസ് എഞ്ചിനീയറിംഗ് ഈസ് ദ അനാലിസിസ് ആൻഡ് redesign of workflows within and between enterprises in order to optimize end-to-end processes and automate non-value added task. ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗിൽ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്വാളിറ്റി, പ്രൊഡക്ടിവിറ്റി, അതേപോലെ തന്നെ പെർഫോമൻസ്, ഈ മൂന്നിനെയും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റീഡിസൈനിങ് ആണ് ബിസിനസ് പ്രോസസ്സിനെ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ റീതിങ്കിങ് ആൻഡ് റാഡിക്കൽ റീഡിസൈൻ ഓഫ് ബിസിനസ് പ്രോസസ് ടു അച്ചീവ് dramatic improvements in critical contemporary measures of performance such as cost, quality, service and speed. നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആയാലും സർവീസ് ആയാലും കോസ്റ്റ് എഫക്റ്റീവ് ആവുക, ക്വാളിറ്റി മാക്സിമം കൂടുക, സർവീസ് കറക്റ്റ് ടൈമിൽ കൊടുക്കുക ആൻഡ് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എത്തിക്കാൻ പറ്റുക. അതെല്ലാം കുറേ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. ജസ്റ്റ് ഇതിൻ്റെ നീഡ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, ചേഞ്ചിങ് നേച്ചർ ഓഫ് ബിസിനസ് ഓപ്പറേഷൻസ്. എപ്പോഴും ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ബിസിനസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്കൊരു ട്രഡീഷണൽ വേയിൽ കണ്ടിന്യൂ ചെയ്യാതെ പറയാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന എൻ്റെ വർക്ക് ഫ്ലോ ആയാലും ഓട്ടോമേറ്റ് പ്രോസസ്സുകളായാലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇൻഫർമേഷൻ ടെക്നോളജി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും BPR അത്യാവശ്യ ഘടകമാണെന്നുള്ളതാണ് പറയുന്നത്. പിന്നെ കോസ്റ്റ് ആൻഡ് സൈക്കിൾ ടൈം റിഡക്ഷൻ. BPR ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഒരുപാട് ഹ്യൂമൻ ലേബറൊക്കെ അനാവശ്യമായി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നമുക്ക് കുറയ്ക്കാൻ സാധിക്കുക, ടൈം റെഡ്യൂസ് ചെയ്യാൻ പറ്റുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ കിട്ടുന്നുണ്ട്. പ്രൊമോട്ട് ക്വാളിറ്റി. നമ്മൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ബിസിനസ്സിൻ്റെ ഓരോ ഈച്ച് ആൻഡ് എവറി പ്രോസസ്സിനെയാണ് അത് മൈന്യൂട്ടായിട്ട് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ക്വാളിറ്റിയൊക്കെ പ്രൊമോട്ട് ചെയ്യാനും കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ഇംപേഷ്യൻ്റ് ആൻഡ് ഡിമാൻഡിങ് കസ്റ്റമേഴ്സ്. അതേപോലെ തന്നെ ഇംപേഷ്യൻ്റ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ പർച്ചേസിങ് പവറൊക്കെ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അവർ വിചാരിക്കുമ്പോഴേക്കും ആ ഒരു സാധനം അല്ലെങ്കിൽ പ്രൊഡക്റ്റോ സർവീസോ അവർക്ക് കിട്ടണം എന്നുള്ള. അതിൽ സോഷ്യൽ മീഡിയയ്ക്ക് വളരെയധികം റോള് പ്ലേ ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സ് എപ്പോഴും ബെസ്റ്റ് സർവീസ് എവിടെ നിന്നാണോ കിട്ടുന്നത് അവിടേക്ക് ഓടാൻ റെഡിയായി നിൽക്കുക എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മളെ കസ്റ്റമർ ലോയൽറ്റിയും റിട്ടൻഷനും കീപ്പ് ചെയ്യുക. അൺസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ വേറെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ അടുത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ അതെല്ലാം അവോയ്ഡ് ചെയ്യാൻ നമുക്ക് BPR അത്യാവശ്യമാണെന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ്, സിമ്പിൾ ആൻഡ് സ്ട്രീം ലൈൻഡ് ഓപ്പറേഷൻസ്. ഇനി ഈ ഒരു BPR പ്രോസസ്സിൻ്റെ അവസാനം എന്ന് പറയുന്നത് അതിൻ്റെ സ്ട്രീം ലൈൻ ഫംഗ്ഷൻ റിമൂവ്, അൺനെസസറി ആയിട്ടുള്ള പ്രോസസ്സുകളൊക്കെ ഇല്ലാതെയാക്കുക അല്ലെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റിനൊക്കെ സ്ലോ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻസ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് മിക്കവാറും അതിൻ്റെ ഗോൾ എന്താണോ അതിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇൻക്രീസ്ഡ് എഫിഷ്യൻസി. BPR ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ എഫിഷ്യൻസി കൂട്ടുക, റെഡ്യൂസിങ് ഡൗൺ ഓപ്പറേഷൻസിനൊക്കെ റെഡ്യൂസ് ചെയ്യുക, പ്രോസസ്സ് ചേഞ്ച് ചെയ്യുക, കുറച്ചുകൂടി ഈസിയർ ആയിട്ടും ഫാസ്റ്ററായിട്ടും നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. അതുവഴി ഓവറോൾ എഫിഷ്യൻസിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് പറയുന്നത്. നല്ല റിസൾട്ടും പ്രൊഡക്റ്റും ഉണ്ടാക്കാൻ സാധിക്കുന്നു. എഫിഷ്യൻസിയും ഫോക്കസ്ഡ് ഗോൾസും ഉണ്ടായാൽ തന്നെ അവിടെ എംപ്ലോയീസ് അവരുടെ മോർ എനർജി അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സിന് വേണ്ടി കൊടുക്കുന്നു. കൂടാതെ ഓർഗനൈസേഷൻ്റെ സ്കീമുകളും ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷനും ഒക്കെ പ്രൊമോട്ട് ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനും ഇന്നോവേറ്റ് ചെയ്യാനൊക്കെ സാധിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത്രയാണ് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ നീഡ് എന്ന് പറയുന്നത് BPR ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ
ആവശ്യകത അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ബിസിനസ് ഓപ്പറേഷൻ്റെ നേച്ചർ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. കോസ്റ്റ് ആൻഡ് സൈക്കിൾ ടൈം റെഡ്യൂസ് ചെയ്യാൻ പറ്റുക, ക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യുക, ഇംപേഷ്യൻ്റ് ആൻഡ് ഡിമാൻഡിങ് കസ്റ്റമേഴ്സിനെ നമ്മൾ അറിയാൻ സാധിക്കുക, സ്ട്രീം ലൈൻ ഓപ്പറേഷൻസ് വളരെ സിമ്പിളാക്കുക, എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുക, ബെറ്റർ റിസൾട്ട്സ് ആൻഡ് പ്രോഡക്ട്സ് കൊണ്ടുവരിക. ഇനി പ്രധാനമായിട്ടും ഇതൊരു പ്രോസസ്സിലൂടെ നടത്തുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റ് എ ബിസിനസ് വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഡിഫൈൻ ഗോൾ. നമ്മൾ BPR ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ ഫേം എന്താണ്, അതിൻ്റെ മിഷൻ എന്താണ്, വിഷൻ എന്താണ്, ഗോൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, അങ്ങനെ ഡിസൈറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിനെക്കുറിച്ച് വ്യക്തത ഉണ്ടാവുക, ഡിഫൈൻ ചെയ്യുക എന്നാണ് പറയുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ഫോമിൽ തന്നെ അതിൻ്റെ ഗോളും വിഷനും ഒക്കെ ഇവിടെ കൃത്യമായി കാണിക്കുക, കൺഫേം ചെയ്യാം. അതിനനുസരിച്ചാണ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നത്. കേസ് ഫോർ ആക്ഷൻ ആൻഡ് വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് അതിനതാ പറയുന്നത്. കേസ് ഫോർ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ ബിസിനസ് പ്രോബ്ലം ആൻഡ് കറണ്ട് സിറ്റുവേഷൻ. എന്തൊക്കെയാണ് അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, അതാണ് കേസ് ഫോർ ആക്ഷൻ. അപ്പോൾ അതിൽ കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ മാറ്റത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ചാണ്. വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ഓർഗനൈസേഷൻ ഈസ് ഗോയിങ് ടു ഓപ്പറേറ്റ് ആൻഡ് ഔട്ട്ലൈൻ ദ കൈൻഡ് ഓഫ് റിസൾട്ട്സ് ഇറ്റ് മസ്റ്റ് അച്ചീവ്. എങ്ങനെയാണ് ഇനി എന്ത് ഓപ്പറേഷനിലൂടെയാണ് അതിൻ്റെ റിസൾട്ട് അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് വിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുന്നത്. അപ്പോൾ ക്വാളിറ്റേറ്റീവായിട്ടും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി രണ്ടാമത്, അപ്പോൾ ആദ്യം നമ്മളത് വിഷനൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. രണ്ടാമത് ആ പ്രോസസ് ടീം ഒന്ന് ഡെവലപ്പ് ചെയ്യാം. ഇനി ഇത് ഏത് ടീമാണ് ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് വരേണ്ടത്, അൺനെസസറി ആയിട്ടുള്ള ഡിലേസ്, ഭയങ്കരമായിട്ട് ലേറ്റ് ആവുന്നൊരവസ്ഥ, അതൊക്കെ ഒഴിവാക്കുക. ഇൻഫർമേഷൻ്റെ ഫ്ലോ ഭയങ്കര സ്പീഡാക്കുക. സക്സസ്ഫുൾ ന്യൂ പ്രോസസ്സസ് ആർ മാനേജ്ഡ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രോസസ്സുകളൊക്കെ മാനേജ് ചെയ്യുക, ട്രെയിൻ ചെയ്യുക, എന്തൊക്കെ ആക്ടിവിറ്റീസ് വേണമെന്നുള്ളതൊക്കെ നോക്കുക. ഓരോ ടീമിനും കൃത്യമായ റെസ്പോൺസിബിലിറ്റി കൊടുക്കുക. അതുവഴി അവരുടെ ഓവറോൾ പ്രൊഡക്ടിവിറ്റി ഒക്കെ അച്ചീവ് ചെയ്യുക, എഫിഷ്യൻസിയും ക്വാളിറ്റി ഒക്കെ അച്ചീവ് ചെയ്തതായിട്ട് കാണിക്കുക. അപ്പോൾ ഡെവലപ്പ് പ്രോസസ് ടീമിനെ അവിടെ സെറ്റ് ചെയ്തു. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് പ്രോസസ്സസ്. ഇനി ഈ ഒരു കാര്യത്തിലൂടെ കടന്നു പോകുമ്പം എത്രത്തോളം പ്രോസസ്സുകളുണ്ട് ഈ ഒരു ഫേസിൽ എന്നാണ് പറയുന്നത്. അത് എത്ര എണ്ണം ഉണ്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, ഡിസ്ക്രൈബ് ചെയ്യുക ഓരോരെയും. അതിന് നമുക്ക് പ്രോസസ് മാപ്പുകൾ യൂസ് ചെയ്യാം. പ്രോസസ് മാപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ടൊരു പിക്ചർ ഓഫ് വർക്ക് ഫ്ലോ ആ കമ്പനിയിലൂടെയുള്ള മൊത്തത്തിലുള്ള വർക്ക് ഫ്ലോ നമുക്ക് കിട്ടും. അതിലൂടെ തന്നെ ഹൈ ലെവൽ പ്രോസസ്സ് അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം, സബ് പ്രോസസ്സുകളായിട്ടും സെപ്പറേറ്റ് സബ് പ്രോസസ്സൊക്കെ ആയിട്ട് മാറ്റാം. പ്രോസസ് മാപ്പ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ വളരെ ഈസി ആയിട്ട് നടത്താൻ സാധിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് ഫേസ് എന്ന് പറയുന്ന നമ്പർ ഓഫ് പ്രോസസ് മാപ്സ് റിഫ്ലക്റ്റ് ചെയ്യും ഹൗ ദീസ് ഹൈ ലെവൽ പ്രോസസ്സ്, എങ്ങനെയാണ് ഇത്രയും വലിയൊരു ഹൈ ലെവൽ പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതെന്നുള്ള കൃത്യമായിട്ട് കമ്പനിക്കും ആളുകളുടെ എംപ്ലോയീസിനിടയിലും ലോകത്തോട് തന്നെ കൃത്യമായി ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നാലാമത്തെ സ്റ്റെപ്പിൽ വരുമ്പം ബിസിനസ് പ്രോസസ്സിനെ സെലക്ട് ചെയ്യുന്നു. എല്ലാ ഭാഗങ്ങളും നമ്മൾ റീ എഞ്ചിനീയറിങ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ഭാഗത്താണോ അതിൻ്റെ എഫേർട്ട് കൂടുതലായിട്ട് വേണ്ടത് ആ ഒരു ഭാഗത്തിൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അഞ്ചാമത്തെ സ്റ്റെപ്പിൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സെലക്റ്റഡ് ബിസിനസ് പ്രോസസ്സ്. നമ്മളൊന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞായിരുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു പ്രോസസ്സിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഹൗ വെൽ ഓർ ഹൗ പുവർലി ദേ പെർഫോം, എത്ര നന്നായി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്ര മോശമായിട്ടാണ് അല്ലെങ്കിൽ എന്തൊക്കെ ക്രിട്ടിക്കൽ ഇഷ്യൂസ് ഉണ്ട് അതിൻ്റെ പെർഫോമൻസ് ലെവലിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസും ഡോക്യുമെൻറ്റേഷനും ഒക്കെ നടത്തുക. കറണ്ട് പ്രോസസ് ഈസ് നോട്ട് വിതിൻ ദ സ്കോപ്പ് ഓഫ് ദിസ് ഫേസ്. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ പ്രൊവിഷൻ ഓഫ് ഹൈ ലെവൽ വ്യൂ ഓഫ് പ്രോസസ് അണ്ടർ കൺസിഡറേഷൻ. പല കാര്യങ്ങളെയും കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇൻ ഓർഡർ ടു ടീം മെമ്പേഴ്സ് ടു ഹാവ് ദ ഇൻറ്റ്യൂഷൻ ആൻഡ് ഇൻസൈറ്റ് റിക്വയർഡ് ടു ക്രിയേറ്റ് എ ടോട്ടലി ന്യൂ ആൻഡ് സുപ്പീരിയർ ഡിസൈൻ. പുതിയതായിട്ടൊരു ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിന് ടീം മെമ്പേഴ്സിനൊരു ഇൻസൈറ്റ് അല്ലെങ്കിൽ ഒരു ഇൻറ്റ്യൂഷൻ കൂടി അവിടെ ആവശ്യമാണെന്നുള്ളതാണ് പറയുന്നത്. സ്റ്റെപ്പ് 6 എത്തുമ്പോൾ റീഡിസൈൻ ദ സെലക്റ്റഡ് ബിസിനസ് പ്രോസസ്സ്. നമ്മൾ ഏതിനെയാണോ സെലക്ട് ചെയ്ത് മാറ്റം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അതിനെ കൃത്യമായി നമ്മൾ പഠിച്ചതിന് ശേഷമാണ് അവിടെ എന്തുകൊണ്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്, റീഡിസൈൻ ചെയ്യേണ്ടത്. ന്യൂ റൂൾസും ന്യൂ വേസ് ഓഫ് വർക്കൊക്കെ ഇൻവെൻറ്റ് ചെയ്യാം, അത് ഡിഫൈൻ ചെയ്യുക റോളുകൾ. ആൻഡ് ബിക്കംസ് ക്ലിയർ ദാറ്റ് മെനി പീപ്പിൾ ആർ അൺനെസറി ഇൻക്ലൂഡ് ഇൻ ദ പ്രോസസ്. പലപ്പോഴും ചില പ്രോസസ്സുകൾ സെലക്ട് ചെയ്യുമ്പം അനാവശ്യമായിട്ടുള്ള കുറേ ആളുകൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ എക്സ്ട്രാ ടാസ്കുകൾ, ഇറലവൻ്റ് ആയിട്ടുള്ള സ്റ്റാഫുകളൊക്കെ നമ്മൾ ഒഴിവാക്കുക. എല്ലാ ആക്ടിവിറ്റീസും ഇൻവോൾവ് ചെയ്യുന്ന പ്രോസസ്സ്, അതിനൊരു വാല്യൂ കൊടുക്കുന്നതായിട്ടുള്ള ആക്ടിവിറ്റീസും എംപ്ലോയീസും ആയിരിക്കണം അവിടെ ഉണ്ടാവേണ്ടത്.
അപ്പോൾ റിഡക്ഷൻ ഒരു ഓവറോൾ എഫിഷ്യൻസി എഫക്റ്റീവ്നെസ്സിനൊക്കെ അത് റെഡ്യൂസ് ചെയ്യും ഇങ്ങനെ ഓവറായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് റിവ്യൂ ചെയ്യുക, കൃത്യമായിട്ടുള്ള ആക്ഷൻസ് എടുക്കുക, സിമിലർ ആക്ടിവിറ്റിയൊക്കെ കമ്പൈൻ ചെയ്തുകൊണ്ട് ചെയ്യാം. നമ്പർ ഓഫ് പീപ്പിൾ ഇൻവോൾവ് ചെയ്യുക, ഓരോ വർക്കിലും എത്ര നമ്പർ ഓഫ് പീപ്പിൾ ഇൻവോൾവ് ചെയ്യണം. നമ്പർ ഓഫ് സബ് പ്രോസസ്സുകൾ ഉണ്ടെങ്കിലൊക്കെ റെഡ്യൂസ് ചെയ്യാം. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറും കൺസോളിഡേറ്റ് ടാസ്കുകളും സിംഗിൾ വേഴ്സറ്റൈൽ പ്ലാറ്റ്ഫോം എല്ലാം ഡിസ്കാർഡ് ചെയ്യാം. പുതിയ സോഫ്റ്റ്വെയർ ഓട്ടോമേറ്റ് ടാസ്ക് വെന്നെവർ പോസിബിൾ സാധിക്കുമെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഡിസൈൻ ആൻഡ് ബിൽഡ് എ പ്രോട്ടോടൈപ്പ് ഓഫ് ദ പ്രോസസ്സ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു എഫേർട്ടിനെ നമ്മൾ പുതിയ പ്രോസസ്സിലേക്ക് ഡിസൈൻ ചെയ്യണം. ആക്ച്വൽ ഡിസൈൻ ഓഫ് ദ ന്യൂ പ്രോസസ് ഷുഡ് ബി വ്യൂഡ് ആസ് എ പ്രോട്ടോടൈപ്പ് ആൻഡ് സക്സസീവ് ഇറ്ററേഷൻസ് ഷുഡ് ബി എക്സ്പെക്റ്റഡ്. എങ്ങനെയാണ് ഇനി പുതിയത് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ഡ്രാഫ്റ്റ് അവിടെ തയ്യാറാക്കാം. ഇറ്റ് ഈസ് എ പവർഫുൾ ടൂൾ നോട്ട് ഓൺലി ഫോർ സപ്പോർട്ടിംഗ് പ്രോസസ് ബട്ട് ഓൾസോ ഫോർ ക്രിയേറ്റിംഗ് ന്യൂ പ്രോസസ് ഡിസൈൻ ഓപ്ഷൻസ്. നിലവിലുള്ള പ്രോസസ്സിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും പുതിയതായിട്ടുള്ള പ്രോസസ്സുകളെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ അവിടെ സാധിക്കുക. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ സ്റ്റെപ്പ് ഇൻ പ്രോസസ് ഡിസൈൻ. അപ്പോൾ അതിന് ആ ഒരു പ്രോസസ്സിന് അതിൻ്റെതായ സ്റ്റെപ്പുകളായിരിക്കും പാലിക്കേണ്ടി വരിക എന്നുള്ളതാണ് പറയുന്നത്. 8ാമത്തെ സ്റ്റെപ്പിൽ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് റീഡിസൈൻഡ് ബിസിനസ് പ്രോസസ്സ്. നമ്മളിങ്ങനെ പുതിയതാക്കി ഉണ്ടാക്കിയെടുത്ത ആ ബിസിനസ് പ്രോസസ്സിനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് 8ാമത്തെ സ്റ്റേജിൽ പറയുന്നത്. അതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് വെദർ അപ്പോസിറ്റ് ഫേസസ് ഹാവ് ബീൻ പ്രോപ്പർലി പെർഫോംഡ്. അതിന് മുന്നേ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്റ്റെപ്പും കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു സ്റ്റെപ്പ് കൊണ്ട് അവിടെ ഗുണം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 8 പ്രോസസ്സിലൂടെയാണ് നമ്മൾ BPR ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 8 സ്റ്റേജസ് അല്ലെങ്കിൽ പ്രോസസ്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലെ പ്രോസസ്സ് എന്ന് പറയുന്നത്, അപ്പോൾ എന്താണ് BPR 2 മാർക്സ് ക്വസ്റ്റ്യൻ, നീഡ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് 5 മാർക്സ് ക്വസ്റ്റ്യൻ. പ്രോസസ്സ് എന്ന് പറയുന്നത് ഏകദേശം എസ്സേ പോലെ ചോദിക്കാം. 8 പ്രോസസ്സുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ BPR ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന അതിൽ അധികമുള്ള ചേഞ്ചസ് അവിടെ ഉണ്ടാവും. നമ്മൾ ഒന്നുകൂടി റീ എഞ്ചിനീയറിങ് ചെയ്യണം ഓർഗനൈസേഷനെ. അപ്പോൾ അതിൻ്റെ ആ ചേഞ്ചസ് ഒക്കെ അതിൻ്റെ പെർഫോമൻസും കോസ്റ്റും സൈക്കിൾ ടൈമും സർവീസും ക്വാളിറ്റിയിലൊക്കെ വൻ മാറ്റമായിരിക്കും ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ക്വാളിറ്റീനെ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് ഈ ഒരു മെത്തേഡ് കൊണ്ട് പറ്റും എന്നുള്ളതാണ്. കാരണം കൊളാബറേറ്റ് ചെയ്തുകൊണ്ടും ബ്ലെൻഡ് ചെയ്തുകൊണ്ടൊക്കെയാണ് വർക്ക് പ്രോസസ്സിനെ നമ്മൾ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലിയർ പിക്ചർ അവിടെ പ്രൊസീജിയർ എന്തൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, ടാസ്ക് എന്തൊക്കെ അക്കംപ്ലിഷ് ചെയ്തു, എന്തൊക്കെ റോളുകൾ അസൈൻ ചെയ്തിട്ടുണ്ട്, റെസ്പോൺസിബിലിറ്റീസ്, ഒരു കംപ്ലീറ്റ് അക്കൗണ്ടബിലിറ്റിയും ക്വാളിറ്റി ഓഫ് വർക്കും എല്ലാ കാര്യങ്ങളും ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റും സർവീസും എല്ലാം ഇമ്പ്രൂവ് ചെയ്യും വളരെയധികം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ 1 to 1 മാറ്റം ഉണ്ടാവുക, ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, കൂടുതലായിട്ട് കോമ്പറ്റീറ്റീവ് ആവുക, ഗ്രേറ്റർ കോമ്പറ്റീറ്റീവ്, ഏതിനോടും നമുക്ക് കിടപിടിക്കുന്ന രീതിയിൽ മത്സരിക്കാൻ സാധിക്കുക. അതുവഴിയൊക്കെ നല്ല കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് പറ്റുക. അൺനെസറി ആയിട്ടുള്ള എല്ലാ ലേബർ കോസ്റ്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുക. കൺവെൻഷണൽ അപ്രോച്ചുകളൊക്കെ നിർത്തലാക്കുക. റീ എഞ്ചിനീയറിംഗ് എൻകറേജ് ചെയ്ത് കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള കുറേ പ്രോബ്ലം സോൾവിങ് മെത്തേഡിൽ നിന്നൊക്കെ ഒരു റെവല്യൂഷണറി ചേഞ്ചിനെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് പറയുന്നത്. ക്വിക്ക് റെസ്പോൺസ്, ഇത് നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് വളരെ സ്പീഡി ആയിട്ടും ക്വാളിറ്റി ആയിട്ടുള്ള റെസ്പോൺസുകൾ കസ്റ്റമർ നീഡ്സിന് അവിടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് പറയുന്നത്. മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിനെ തന്നെയാണ്. ഇതിലൂടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതും അവരുടെ ആവശ്യങ്ങളെയാണ് കസ്റ്റമേഴ്സിൻ്റെ. ചേഞ്ച് ഇൻ ദ കോർപ്പറേറ്റ് കൾച്ചർ, മൊത്തത്തിൽ ഒരു കമ്പനിയുടെ കോർപ്പറേറ്റ് കൾച്ചർ എന്തായിരുന്നോ അതിനെ മൊത്തത്തിൽ മാറ്റിയെടുക്കാൻ കൂടി നമുക്ക് BPR കൊണ്ട് സാധിക്കുന്നു. കാരണം വർക്കേഴ്സ് എല്ലാ ലെവൽസിലും എൻകറേജ്ഡ് ആയിരിക്കും. അവരുടെ സജഷൻസ്, ഇമ്പ്രൂവ്മെൻറ്റ്, അവരുടെ ടു ബിലീവ് ദ മാനേജ്മെൻറ്റ് വിൽ ലിസൺ ടു വാട്ട് ദേ ഹാവ് ടു സേ. അപ്പോൾ അവർക്ക് തോന്നുകയാണ് നമ്മൾ ആരുടെ ആവശ്യങ്ങൾ പറയുമ്പോഴും അത് മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇവൻച്വലി ഹെൽപ്പ് ദ ചേഞ്ച് ഓഫ് ആ ഒരു കോർപ്പറേറ്റ് കൾച്ചറിലേ അവിടെ മാറ്റം വന്നു തുടങ്ങുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ലിമിറ്റേഷൻസ് പറയുന്നുണ്ട്. ഇനി ഈ ഒരു റീ എഞ്ചിനീയറിംഗ് നടത്തുകയാണെങ്കിൽ ഫസ്റ്റ് ലാക്ക് ഓഫ് പ്രോപ്പർ നോളജ് ഓഫ് റീ എഞ്ചിനീയറിംഗ്. നമ്മൾ അവിടെ തന്നെയുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. കാരണം കൃത്യമായിട്ടുള്ളൊരു നോളജ് അവിടെ ആവശ്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് അത്രയും ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ വേണം ഈ ഒരു റീ എഞ്ചിനീയറിംഗ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത്ര അറിവില്ലായ്മ. രണ്ടാമത്തെ റീ എഞ്ചിനീയറിംഗ് ടു മെനി പ്രോസസ്സ് അറ്റ് ദ ബിഗിനിങ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം ഒരുപാട് പ്രോസസ്സുകൾ ആദ്യം വന്നാൽ മാത്രമാണ് ഇത് നല്ല രീതിയിൽ കെട്ടിപ്പടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് അറിയുന്ന ഒരാൾക്ക് അത് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അതുമാത്രമല്ല ഒത്തിരി സ്റ്റെപ്പുകൾ ഇതിൽ ചെയ്താൽ മാത്രമാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് കാര്യത്തിലേക്ക് തന്നെ നമുക്ക് കടക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്. ഇനി കൃത്യമായി ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ പോരാ, അതിന് എല്ലാവർക്കും വേണ്ടതായിട്ടുള്ള ട്രെയിനിങ്ങുകൾ അവിടെ കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ അവരുടെ ടെക്നിക്കൽ സ്കിൽ എന്താണോ അതിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ളത് കിട്ടുന്നുണ്ടോ ഇല്ലയോ ഒക്കെ ചെക്ക് ചെയ്യുക, സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക. ട്രെയിൻഡായ
ആളുകൾക്ക് മാത്രം ചെയ്യാവുന്നൊരു കാര്യമാണെന്നുള്ളതാണ് വേറൊരു പോരായ്മ. ഡിലേ ഡ്യൂ ടു ഡീറ്റെയിൽഡ് പ്രോസസ് അനാലിസിസ്. ഇനി എല്ലാ പ്രോസസ്സിലും റീ എഞ്ചിനീയറിംഗ് ആവശ്യമില്ല. നമ്മൾ പറഞ്ഞു സെലക്റ്റഡ് ആയിട്ടുള്ള പ്രോസസ്സുകളാണ്. അപ്പോൾ ആ പ്രോസസ്സിനെ ആദ്യം ഒന്ന് മനസ്സിലാക്കി എടുക്കണം, ഡീറ്റെയിൽ ആയിട്ട് ആ പ്രോസസ്സ് പഠിക്കണം. അങ്ങനെ വരുമ്പോൾ കുറേ കാലതാമസം എടുക്കാം, ഡിലേ ചെയ്യാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. ഇംപ്രോപ്പർ ആയിട്ടുള്ള മോണിറ്ററിങ്, റീ എഞ്ചിനീയറിംഗ് പ്രോസസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഓരോ സിസ്റ്റത്തിനെയും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം ഇനീഷ്യലി. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നമുക്ക് അവിടെ വിട്ടു പോകാനുള്ള ചാൻസ്, കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ സാധിക്കായ്മ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ലാക്ക് ഓഫ് സപ്പോർട്ട് ഫ്രം എംപ്ലോയീസ്. പല എംപ്ലോയീസും ആദ്യം ഇതിനെ എതിർക്കുകയാണ് ചെയ്യുക. കാരണം ഈ മാറ്റമൊക്കെ ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കില്ല, അല്ലെങ്കിൽ അതിൻ്റെ കോൺഫിഡൻസോ അതിൻ്റെ സക്സസിനെ കുറിച്ചൊന്നും അവർ അത്രത്തോളം ബോധവാന്മാരായിക്കൊള്ളുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫിക്കൽട്ടാണ് ഇങ്ങനെ ഒരു ഫോമിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് സക്സസ്ഫുൾ ആവുക എന്നുള്ളത്. ഡിലേ ഇൻ അച്ചീവിങ് റിസൾട്ട്സ്. ഇനി ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ആ ഒരു സ്റ്റേജസ് എല്ലാം കവർ ചെയ്ത് നമുക്കൊരു ഫൈനൽ റിസൾട്ട് കിട്ടണമെങ്കിൽ അവിടെ ഒരുപാട് സമയം എടുക്കുന്നു എന്നുള്ളതാണ് വേറൊരു പോരായ്മയായിട്ട് പറയുന്നത്. അൺസാറ്റിസ്ഫാക്ടറി അപ്രൈസൽ സിസ്റ്റം. ഇനി ഈ റീ എഞ്ചിനീയറിംഗ് പ്രോസസ്സ് സക്സസ്ഫുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്തു, റിസൾട്ട്സ് ഒക്കെ വന്നു, ബെനിഫിറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് കിട്ടി. പക്ഷേ എന്നാലും എക്സ്പെക്ട് റിവാർഡ്സ് പ്രൊപ്പോർഷണലി ടു എഫേർട്സ്. എന്താണോ എഫേർട്ട് എടുത്ത് അതിനനുസരിച്ച് റിവാർഡ് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഗെയിൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഡ്യൂ ടു റീ എഞ്ചിനീയറിംഗ്. റീ എഞ്ചിനീയറിംഗ് വരുത്തിയപ്പോൾ എല്ലാ തലങ്ങളിലും മാറ്റങ്ങൾ വന്നപ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകൾ അവർക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ എന്ത് മാറ്റമാണ്, എന്ത് ഗുണമാണ് ഇതുകൊണ്ട് ഉണ്ടായത് എന്നുള്ള കൃത്യമായിട്ട് അവരിലേക്ക് എത്തിക്കാൻ സാധിക്കണം. അല്ലെങ്കിൽ വളരെ അൺസാറ്റിസ്ഫാക്ടറി ആയിട്ട് ഒരു അപ്രൈസലായിട്ട് മാറും ഇത് എന്നുള്ളതാണ് പറയുന്നത്. ഇന്നബിലിറ്റി ടു മെഷർ ഇംപ്രൂവ്മെൻറ്റ്. കൃത്യമായിട്ട് നമുക്ക് ഇംപ്രൂവ്മെൻറ്റ്സ് മെഷർ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടാവുന്നു, ഇംപ്രൂവ്ഡ് അക്കൗണ്ടിങ് പ്രാക്ടീസ് ഉണ്ടാവുന്നു, ഇംപ്രൂവ്ഡ് ഓർഗനൈസേഷൻ കൾച്ചർ ഉണ്ടാവുന്നു. എന്നാൽ ഇതൊന്നും കൃത്യമായിട്ട് നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഓൺലി ക്വാളിറ്റേറ്റീവ്ലി മാത്രം എക്സ്പ്രസ് ചെയ്യാനാണ് സാധിക്കുന്നത്. 10ാമത്തെ പോയിന്റിൽ പറയുന്നത് ലാക്ക് ഓഫ് ആഡക്വേറ്റ് റിസോഴ്സസ്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള റിസോഴ്സുകളെ വേണ്ട സമയത്ത് വേണ്ട അളവിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതെല്ലായ്പ്പോഴും നമുക്ക് സാധ്യമായിക്കൊള്ളുന്നില്ല. ദിസ് വുഡ് ലോവർ ദ എന്തൂസിയാസം ഓഫ് ടീം മെമ്പേഴ്സ്. അങ്ങനെ വരുമ്പോൾ ആ ഒരു ടീം മെമ്പേഴ്സിൻ്റെ ഒരു എന്തൂസിയാസം, ഒരു ആവേശം അത് കുറഞ്ഞു പോകാനും ഡിസ്കറേജ് ആയി മാറാനും മറ്റുള്ള റീ എഞ്ചിനീയറിംഗ് പ്രോജക്റ്റിനെ അത് ബാധിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇവിടെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പഠിച്ച ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, കേസ് ആൻഡ് മെത്തേഡ്, അതേപോലെ തന്നെ പിന്നെ നമ്മൾ പഠിച്ചൊരു മെത്തേഡാണ് ലീൻ മാനേജ്മെൻറ്റ്. അപ്പം 3 പുതിയതായിട്ട് വരുന്ന മോഡേൺ പ്രാക്ടീസ് പഠിച്ചു. 4ാമത്തെയാണ് BPR എന്ന് പറയുന്നത്, ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ 2 മാർക്സിന് ചോദിക്കാം. അതേപോലെ തന്നെ അതിൻ്റെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് നോട്ട് ചെയ്യുക, അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും നോട്ട് ചെയ്യുക. ഒപ്പം തന്നെ അതിൻ്റെ 8 സ്റ്റെപ്പുകൾ. അപ്പോൾ ഈ ഒരു ലിമിറ്റേഷനും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ചോദിച്ചാൽ അതിന് രഹസ്യ ക്വസ്റ്റ്യനായി സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനായിട്ട് തന്നെ ഇവിടെ കണക്കാക്കാം. അപ്പോൾ ഈ ഒരു 4ാമത്തെ പോയിന്റ് എന്താണ്, ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് BPR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പഠിച്ചോളുക. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്ന 3 ടേമുകൾ കോസ്റ്റ്, ക്വാളിറ്റി, അതേപോലെ തന്നെ പെർഫോമൻസ്. ഇതിനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് മനസ്സിൽ ഊന്നിയെടുക്കുക. ബിസിനസ് പ്രോസസ്സിലെ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ ഒരു സ്ഥാപനത്തിലെ എൻറ്റയർ പ്രോസസ്സിലും അത് മാറിക്കൊള്ളുന്നില്ല. പകരം സെലക്റ്റഡ് പ്രോസസ്സുകളാണ് ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ടാണ് അവരെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ അതിൻ്റെ ആ മെറിറ്റും ഡിമെറിറ്റും ഒക്കെ വായിക്കുന്ന സമയത്തിന് നമുക്കത് അറിയാൻ പറ്റും എന്തൊക്കെയാണ് അതിൽ കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ BPRനെ കുറിച്ചിട്ടുള്ള ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്